ഇപ്പോൾ ഞങ്ങളുടെ ഈ കോട്ടയത്ത് മുനിസിപ്പാലിറ്റി, കോട്ടയം ഒരു മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒന്നുമല്ല, ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 200 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. ഒന്നും രണ്ടും അല്ല, 200 കോടി രൂപയുടെ അഴിമതി. അപ്പോൾ ഈ 200 കോടി രൂപയുടെ അഴിമതി നടത്തിയ ആൾക്കാരാണ് ഇപ്പോഴും മത്സരിക്കാൻ നിൽക്കുന്നത്. ഇതിപ്പം തദ്ദേശ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. 9-ാം തീയതിയും 11-ാം തീയതിയും വരെയുള്ള ഇലക്ഷൻ ഷെഡ്യൂൾഡ് നിർണയിച്ചു. അപ്പോൾ ഇതിനോടിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ എതിരാളികൾ അല്ലെങ്കിൽ ഒറ്റുകാർ ആരാണെന്ന് വ്യക്തമാക്കി നമുക്ക് കഴിഞ്ഞു, അല്ലേ? കാര്യം എന്താണ്? KPCC പ്രസിഡന്റും VD സതീശനും രമേശ് ചെന്നിത്തലയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരാളി. അപ്പം നമ്മളൊരു ജനാധിപത്യ വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ഭരണകക്ഷിക്ക് ടൈറ്റായിട്ടൊരു പ്രതിപക്ഷം വേണ്ടേ? അപ്പം അങ്ങനെ ഒരു പ്രതിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ഭരണകക്ഷിക്ക് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം VSൻ്റെ കാലയളവിൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങളാണ് നടന്നത്. ഉമ്മൻചാണ്ടി സാറിനെ കളിയാക്കുക, മാണിക്കെതിരെ പ്രക്ഷോഭം നടക്കുക, തീയായിരുന്നു. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ അഴിമതിയുടെ അളവ് കുറഞ്ഞു കിട്ടും, അല്ലേ? നല്ലൊരു പ്രതിപക്ഷമുണ്ട്, ഒരു CCTV വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ മോഷണം കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നല്ലൊരു പ്രതിപക്ഷമുണ്ടെങ്കിൽ നല്ലൊരു ഭരണകക്ഷിക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഇത് കേന്ദ്രത്തിലാണെങ്കിൽ തന്നെയും ഇതേ അവസ്ഥയാണ്. ഞാനൊരു BJP അനുഭാവിയാണ്, ഒരു വിശ്വാസിയാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യ നിലനിൽക്കുകയുള്ളൂ. വേറൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, കാര്യം BJP എപ്പോഴും ടെററിസ്റ്റിന് എതിരാണ്, എന്താണ്, തീവ്രവാദികൾക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിന് എതിരാണെന്നുള്ളതല്ല, ഇടത്തോട്ട് തിരിഞ്ഞ ന്യൂനപക്ഷത്തിന് എതിരാണെന്നുള്ളതല്ല. നല്ലൊരു തീരുമാനം BJP സർക്കാർ തീവ്രവാദികൾക്കെതിരെ എടുക്കുന്നുണ്ട്. ആ ഒറ്റ ഒരു കാരണത്താലാണ് ഞാൻ BJPയെ അനുകൂലിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ കേന്ദ്രത്തിൻ്റെ അവസ്ഥയും ഏറെക്കുറെ ഇതൊക്കെ തന്നെ. നമുക്ക് കേരളത്തിൻ്റെ അവസ്ഥയൊന്ന് ചർച്ച ചെയ്യാം. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന്, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, മിനിഞ്ഞാന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ട്രിവാൻഡ്രം CJM തള്ളി. അതിൻ്റെ കാര്യം പ്രധാനമായിട്ടും അവർ കണക്കാക്കിയത്, ഒന്ന് മിസ്കാരേജ്, നിർബന്ധിച്ച് അബോർഷൻ ഉണ്ടാക്കുക. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കേസും കൂടെ വന്നിട്ടുണ്ട്. മൂന്നാമത്തത് ഒരു സെൻസേഷണൽ റേപ്പ് കേസാണ്. അപ്പോൾ പ്രതി സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സാക്ഷിയെ അറസ്റ്റ് ചെയ്യണം എന്നാണ്. പക്ഷേങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശനിയാഴ്ച, ഇന്നലെ നോ ടു അറസ്റ്റ് പ്രഖ്യാപിച്ചു, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നോ ടു അറസ്റ്റ് നടന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ CJMൽ ഈ കേസ് നടന്നപ്പോൾ ആദ്യത്തെ കേസ് വന്നു, രണ്ടാമത്തെ കേസ് കൊടുത്തപ്പോൾ ആ കേസിനകത്ത് വിക്ടത്തിൻ്റെ പേരോ അഡ്രസ്സോ വിവരണങ്ങളോ ഒന്നുമില്ല, ഒരു ഇമെയിൽ ID മാത്രമേ ഉള്ളൂ. ആ ഇമെയിൽ ID ആരാണ് കൊടുത്തത്? നമ്മുടെ KPCC പ്രസിഡന്റ് സണ്ണിക്കുട്ടനും VD സതീശനും ചെന്നിത്തലയും കൂടെ ചേർത്തിരുന്ന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു അന്വേഷണ കമ്മീഷന്, അന്വേഷണ ഏജൻസിക്ക് കൊടുത്തു. അപ്പോൾ അവിടെ എന്താണ് നടന്നത്? സത്യം പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് ഇപ്പം വരെ കോടതിയുടെ മുന്നിൽ ശിക്ഷിക്കപ്പെട്ടില്ല, അല്ലേ? അപ്പം ആരോപിക്കപ്പെട്ട ഒരു പ്രധാന വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മുൻകൂറി ആയിട്ട് കാണേണ്ടത് എന്താണ്? 2026 ഇലക്ഷനാണ്, അല്ലേ? അപ്പോൾ അത് കാണാതെ തമ്മിത്തല്ലിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്നതുകൊണ്ട് എങ്ങനെയൊരു ഇവനെ ഒതുക്കുക എന്നുള്ളത് ഐക്യകണ്ഠേന ഏറ്റെടുത്തുകൊണ്ടാണ് രാഹുലിൻ്റെ എതിരെ ഇവർ കരുനീക്കിയത്. അവരെന്തേലും നടക്കട്ടെ, അവരെന്തേലും കരുനീക്കട്ടെ. പക്ഷേങ്കിൽ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ ഒന്ന് ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യമാണ്, അല്ലേ? അപ്പോൾ ജനാധിപത്യ രാജ്യത്തിൽ ഭരിക്കുന്ന കക്ഷിയെ പോലെ തന്നെ പ്രധാനമുള്ള ഒരു സെറ്റപ്പാണ് പ്രതിപക്ഷം. നിങ്ങളൊന്ന് ആലോചിച്ച്,
ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ കൈകോർത്ത് ഭരിക്കുമ്പോൾ അവിടെ തോക്കുന്നത് ആരാണ്? സാധാരണ ജനങ്ങളാണ് തോക്കുന്നത്. സാധാരണ ജനങ്ങളുടെ പൈസയാണ് ഇവന്മാരെ ഏറ്റെടുക്കുന്നത്, കട്ടുമുടിക്കുന്നത്. ഇവിടെ എന്തെല്ലാം മോഷണങ്ങൾ നടക്കുന്നു, ശബരിമല വിഷയങ്ങൾ നടക്കുന്നു, ഒക്കെ ശരി. ഇതെല്ലാം മോഷണങ്ങളാണ്, തട്ടിപ്പല്ല, അല്ല അഴിമതിയല്ല, പക്ക മോഷണങ്ങളാണ് നടക്കുന്നത്. ശബരിമലയിൽ നടന്ന് മോഷണം. ഈ മോഷണത്തിനെ എങ്ങും എത്തിക്കുന്നില്ല, ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നില്ല, നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ മോഷണത്തിന് സൈഡ് പിടിക്കുന്നത്, നമ്മൾ പഴയ കാലത്ത് പറയുകയാണെങ്കിൽ കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് മോഷണം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2026 വർഷത്തിൽ അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കൂട്ടത്തല്ല് കോൺഗ്രസിനകത്ത് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പേരെടുത്ത ഒരു രാഷ്ട്രീയ പോരാളിയായിട്ടുള്ള ചെറുപ്പക്കാരനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അവിടെ ഭയങ്കര വിഷയം നടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു KPCC പ്രസിഡന്റ് ഒരു തലയും വാലും ഇല്ലാത്ത കംപ്ലൈൻറ്റ് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുകയാണ്. എന്തിനാണ്? മറ്റേ റേപ്പ് കേസിന് ബലം കൊടുക്കാൻ വേണ്ടി. ഒന്ന് എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു കോൺഗ്രസ്. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഒന്നിച്ച് ഈ രാജ്യത്തിനെ കൊള്ളയടിക്കുക എന്ന് വേണം പറയാൻ. ഇതിനകത്ത് ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, എന്നാലും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒറ്റ ലെവലിലാണ്, ഒരേ കക്ഷിയാണ്. എന്താണ്? ഇന്ത്യ സഖ്യത്തിലാണ്. ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാജ്യസഭയിൽ പോയി ബ്രിട്ടാസും നമ്മുടെ ജബി മേത്തർ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ബ്രിട്ടാസയും സൈനിടും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. എന്തിന്? രാഹുലിൻ്റെ കാര്യം പറഞ്ഞു. That the members across the political spectrum are very sensitive to the issues. For example, JB Metraji today, my friend, esteemed colleague from Kerala, today introduced a bill, Sexual Harassment of Women Prevention Bill. Contextually correct, sir. She has been mum in Kerala. She is very vocal in the Parliament House. Her own colleagues are under cloud there in Kerala, which is creating a mayhem in Kerala politics. But she had, Jaradji, you should compliment your junior colleague coming with a bill like that. But, yes, colleague of that party. Yes. No. Now they will point fingers at them. But I am very happy. She's. അപ്പം ഞാൻ പറയുന്നത് ഒരു ടൈറ്റ് പ്രതിപക്ഷം ഉണ്ടേലേ ഉള്ളൂ. അത് BJPക്കെതിരെ ആണെങ്കിലും കേന്ദ്രത്തിൽ അതൊരു നല്ല ഭരണത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേഡർ പാർട്ടി ആകുകയായിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ. കോൺഗ്രസ്സിലെ 90% വെള്ളയും ഇളിച്ച് നടക്കുന്ന നേതാക്കന്മാർ, അവർക്ക് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നു ഇത് ചിലർ എന്ന് പറയുന്ന ജ്ഞാനപ്പാനയിലെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്ത് സ്ഥാനത്തിനും വേണ്ടി അങ്ങേയറ്റം നീചമായിട്ടുള്ള പരിപാടികൾ നടത്തുന്ന ആൾക്കാരാണ് ഈ വെള്ളയിട്ട ഖദർദാരികളായിട്ടുള്ള കോൺഗ്രസ്. ഇതിന് ഉത്തമ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ വിമത സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് എവിടെ നിന്നാണ്? കോൺഗ്രസിൽ നിന്നാണ്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? അപ്പോൾ അതിൽ നിന്നും വ്യക്തമാക്കാം, സംഘടനാ സെറ്റപ്പ് ഇല്ല, സംഘടനയെല്ലാം പൊളിഞ്ഞു അടിഞ്ഞു. ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം കതറിട്ട് നടക്കുന്ന കുറേ നീച മനുഷ്യ തീനികൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് സ്പഷ്ടമാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ ഈ കോട്ടയത്ത് മുനിസിപ്പാലിറ്റി, കോട്ടയം ഒരു മുനിസിപ്പാലിറ്റിയാണ്, കോർപ്പറേഷൻ ഒന്നുമല്ല. ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 200 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. ഒന്നും രണ്ടുമല്ല, 200 കോടി രൂപയുടെ അഴിമതി. അപ്പോൾ ഈ 200 കോടി രൂപയുടെ അഴിമതി നടത്തിയ ആൾക്കാരാണ് ഇപ്പോഴും മത്സരിക്കാൻ നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, വെറും ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും കോടി രൂപ അഴിമതി നടത്തിയെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? നിങ്ങൾ വെറുതെ മൊബൈൽ എടുക്കുക, ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യുക, ഡെപ്ത് ഓഫ് കേരള ഗവൺമെൻറ് ഫോർ ദ പാസ്റ്റ് 10 years. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ
കടം ഒരു 10 വർഷത്തിനുള്ളിൽ എത്രയാണ്? CAG റിപ്പോർട്ട് കിട്ടും. ഈ CAGയുടെ അടിസ്ഥാനത്തിൽ 4.33 ലാക്ക് ക്രോർ, അതായത് 4,33,000 കോടി രൂപ. അതായത് കേരളത്തിൻ്റെ കടം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,33,000 കോടി രൂപ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു വലിയ കടത്തിലേക്കാണ് ഈ കേരളം പോകുന്നത്. കേരള സർക്കാരിലെ പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ, മന്ത്രിമാരുടെ ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ സാമൂഹ്യ നീതി പെൻഷൻ ഇത്രയും കൂട്ടി, പാവപ്പെട്ടവർക്ക് ഇത്രയും കൊടുത്തു, അമ്മമാർക്ക് ഇത്രയും കൊടുത്തു, അച്ഛന്മാർക്ക് ഇത്രയും കൊടുത്തു, പിള്ളേർക്ക് ഇത്രയും കൊടുത്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ കടം മേടിച്ചാണ് കൊടുക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്. ഈ 100 രൂപയുമായിട്ട് ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിൽ പോവുക. അവിടെ യാചകർ അവിടെയുണ്ട്. ഈ യാചകരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് 10 രൂപ വെച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. 2 ദിവസം നിങ്ങൾക്ക് 10 രൂപ വെച്ച് ഞാൻ തരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു 200 രൂപ കടം മേടിക്കും. എന്നിട്ട് ഞാൻ ഈ 10 രൂപ എല്ലാവർക്കും കൊടുക്കുന്നു. ഈ കൂട്ടുകാരൻ്റെ 200 തീരുമ്പോൾ വേറൊരു കൂട്ടുകാരൻ്റെ 300 ഞാൻ മേടിക്കും. അവസാനം ഞാൻ ഈ കൊടുത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതാകും. നമ്മൾ നോക്കണ്ടേ ഡെപ്റ്റ് ടു GSDP റേഷ്യോ, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് റേഷ്യോ 37%. ഈ പ്രൊഡക്ടിവിറ്റി ഒട്ടുമില്ല. 2019 34 എങ്ങാണ്ടായിരുന്നു, അത് 37-ലേക്കായി. പ്രൊഡക്ടിവിറ്റി ഇല്ല. ഈ കടം മേടിച്ചാണ് ഈ ആൾക്കാർക്ക് സാമൂഹ്യനീതി പെൻഷൻ കൊടുക്കുന്നത്. നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് നടക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ കോട്ടയത്തെ കാര്യം മാത്രം പറയുക. എൻ്റെ പൊന്നു സമൂഹമേ, ഈ 200 കോടി രൂപയുടെ തട്ടിപ്പിൻ്റെ ചരിത്രം എവിടെയാണ് നിൽക്കുന്നത്? ഇവർ തന്നെയല്ലേ ഇനിയും മത്സരിക്കാൻ നിൽക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കോട്ടയംകാർക്ക് മനസ്സിലാക്കാം. പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് അവിടെ നിന്ന് വന്നിട്ടാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി പോകുന്നത്. വലിയൊരു സമുച്ചയമായിരുന്നു, വലിയൊരു ബസ് സ്റ്റാൻഡാണ്. അതിന് ചുറ്റും ഈ കോംപ്ലക്സ് ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള, അതായത് 10-70 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഊട്ടി ലോഡ്ജ് എന്നൊക്കെ പറയും. ഭയങ്കര പഴക്കമുള്ള ലോഡ്ജുകളാണ്, സമുച്ചയങ്ങൾ, കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഈ കോൺക്രീറ്റ് ഇടിഞ്ഞ് വീണ് ഒരാൾ മരിച്ചു. അതിൻ്റെ അർത്ഥം ഇത്രയും വർഷമായി അത് പൊളിക്കണമെന്ന്. ഈ പൊളിക്കാൻ ടെൻഡർ കൊടുത്ത സമയത്ത് ഇവിടുത്തെ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ഭരണ നേതാക്കന്മാർ 12 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ മേളിൽ ഷീറ്റ് ഇടാനുള്ള ടെൻഡർ പിടിച്ചു. എന്നിട്ട് ആ പണി നടത്തി അതിൽ നിന്ന് കൈയിട്ട് വാരി ഈ സാധനങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞു. നിങ്ങൾ കോട്ടയത്ത് വന്നാൽ മനസ്സിലാകും. പഴയ കോട്ടയം സ്റ്റാൻഡ് ഇപ്പോൾ ചുമ്മാ വിശാലമായിട്ട് കിടക്കുക. അവിടെ ഒരു കോംപ്ലക്സോ ഒരു ബിൽഡിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കേരളത്തിൽ മൊത്തം എല്ലാവർക്കും അറിയാം, കോട്ടയത്തിൻ്റെ നഗര ഹൃദയമായിട്ടുള്ള ബേക്കർ ജംഗ്ഷനിൽ ഇരുമ്പ് തൂണുകളാൽ എന്താ വെച്ചിരിക്കുന്നത്? ഇത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയുടെയും കാര്യമല്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും സജീവമല്ല. ഇവർ കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഭരണം ഭരിക്കുന്ന ആൾക്കാർക്ക് ഒരു 65%, ബാക്കിയുള്ള നേതാക്കന്മാർക്ക് ബാക്കി 35%. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളുടെ കീശയിൽ നിന്നും കൈയിട്ട് വാരിയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൻ്റെ കടം എത്രയാണ്? 4,33,000 കോടി രൂപയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ജീവിക്കണ്ടേ? ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ജീവിച്ചാൽ മതിയോ? ഇവിടെ ജനങ്ങൾക്കും ജീവിക്കണ്ടേ?